السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏവർക്കും MS വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബിൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. മഴ കൊണ്ടും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ പാവപ്പെട്ട മക്കൾ, മാതാപിതാക്കൾ, നമ്മളുടെ ഭാര്യ, നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അവർക്കൊക്കെ അന്നം കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ്. പലപ്പോഴും വിദേശത്തേക്ക്, ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ വന്നുകൊണ്ട് പറയും, ഉസ്താദെ ഞാൻ ഗൾഫിലേക്ക് പോവാണ്, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യാൻ വരണം. നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളൊരു പതിവാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ ഉസ്താദുമാരെ വിളിച്ചൊന്ന് ദുആ ചെയ്യിപ്പിക്കും. അതല്ലെങ്കിൽ ദുആ ചെയ്യാൻ പറ്റിയ ആളുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ തന്നെ ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ടാവും പോകുന്നത് യാത്ര. പക്ഷേ പോകുന്നതിൻ്റെ ആ യാത്ര പറയാൻ നമ്മളോട് വരുന്ന സമയത്ത് തന്നെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും. കാരണം തൻ്റെ വേണ്ടപ്പെട്ടവർ, തൻ്റെ സ്നേഹിക്കുന്ന മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാവരെയും അവർ നാട്ടിലാക്കിക്കൊണ്ട് അന്നം തേടിക്കൊണ്ട് പോവുകയാണ്. ഗൾഫിലേക്ക് പോവുകയാണ്, ദുബൈയിലേക്ക് പോവുകയാണ്, ഖത്തറിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? പ്രിയമുള്ളവരെ, ഇങ്ങനെ പോകുന്ന പലവരും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, പോയിട്ട് ശരിക്ക് ജോലി കിട്ടാത്തവരുണ്ട്, ജോലി ചെയ്തുകൊണ്ട് ശമ്പളം കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ജോലി സ്ഥലത്ത് സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ചർച്ച ജോലി സ്ഥലത്ത്, അതുപോലെ തന്നെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ജോലി സ്ഥലം, അത് ഏത് സ്ഥലമാകട്ടെ, ഓഫീസാകട്ടെ, ബിൽഡിംഗ് ആവട്ടെ, അതല്ലെങ്കിൽ ഭൂമിയാവട്ടെ, എവിടെയും ആകട്ടെ, ജോലി സ്ഥലത്ത് അതല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ ഒരു സൂറത്ത് പാരായണം ചെയ്യുക. ബിസ്മിയോടുകൂടെ 111 വട്ടം, 100 വട്ടം എന്നും അഭിപ്രായമുണ്ട്. ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, ബിസ്മിയോടുകൂടെ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ തീർച്ചയാണ് അവിടെ അവനക്ക് അനുഗ്രഹമുണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഗൾഫിലേക്ക് പോകുന്ന ഒരാള്, വിസിറ്റിങ്ങിന് പോകുന്ന ആള്, വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവുകയാണ്, എന്താവും അവിടെ എന്നുള്ള പ്രയാസത്തോടെ, വിഷമത്തോടുകൂടെ പോകുന്ന ആളുകൾ ആ യാത്രയിലായിക്കൊണ്ട് തന്നെ ഒരു 111 വട്ടം ബിസ്മിയോടുകൂടെ ഈ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ ആ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും, ആ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 111 വട്ടം ബിസ്മിയോടുകൂടെ ഈ സൂറത്ത് ഓതുക. വളരെ ചെറിയ സൂറത്താണ്. 8 മിനിറ്റ് കൊണ്ട് ആ സൂറത്ത് ഈ പറഞ്ഞ എണ്ണം നമുക്ക് ഓതി തീർക്കാൻ കഴിയും. അതുപോലെ അങ്ങനെ ഗൾഫിൽ ചെന്ന് ആ നാട്ടിൽ ഇറങ്ങി അവൻ ജോലിക്ക് ഫസ്റ്റ് ദിവസം പോയി ആ ജോലിക്ക് വേണ്ടി കയറണ അന്ന് ഈ സൂറത്ത് 111 വട്ടം ഓതുക. അവനക്ക് അവിടെ ഹൈറ് കൊണ്ടല്ലാതെ അവൻ അവിടെ നിന്ന് മടങ്ങുകയില്ല എന്നാണ്. അതുപോലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുമ്പോൾ പലവരും കൃഷി ഇന്ന് നഷ്ടത്തിലാണ്. കൃഷിക്ക് വേണ്ടി ഇറക്കുന്നതിലേറെ പൈസ അവിടെ നിന്ന് കിട്ടാതെ നഷ്ടത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ കൃഷിയിടത്തിൽ ഈ സൂറത്ത്, അല്ലെങ്കിൽ വിത്ത് പാകുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ആ മണ്ണ് ഉഴുതുമറിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ അവിടെ കൃഷി ഇറക്കിയിട്ട് ഈ കൃഷിയിടത്തിൽ ഈ സൂറത്ത് ബിസ്മിയോടുകൂടെ 111 വട്ടം ഓതിയാൽ ഇൻഷാ അല്ലാഹ് അവിടെ ഖൈറുണ്ടാകുമെന്നതിൽ സംശയമില്ല. അതുപോലെ വീട് പണി തുടങ്ങുമ്പോൾ പലവരുടെയും വീട് പണി ഇങ്ങനെ അവതാളത്തിലേക്ക് എടുക്കുകയായിരിക്കും. ആ പണി അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ലേ? ഈ സൂറത്ത് 111 വട്ടം ദിവസേന പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഒരു പുതുമണവാട്ടി ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ 8 മിനിറ്റ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട്, ഇതിനൊക്കെ നിയ്യത്ത് വേണം, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ പോകുന്ന വീട്ടില് എനിക്ക് സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാകണം, ഞങ്ങളുടെ കുടുംബജീവിതം അത് ഖൈറായ രീതിയിൽ പോകുന്നതാകണം എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു പുതുമണവാട്ടി 111 വട്ടം ഈ സൂറത്ത് ഓതിയാൽ, അതുപോലെ ആ വീട്ടിൽ ചെന്നതിന് ശേഷം പോകുന്ന സമയത്തിന് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വീട്ടിൽ ചെന്നാൽ പ്രത്യേകിച്ച് അന്ന് തന്നെ 111 വട്ടം ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ ഖൈറല്ലാതെ ഉണ്ടാവുകയില്ല എന്നാണ്.
ബിസ്മിയോടുകൂടെ ആരെങ്കിലും ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ലാ യർജിഉ ഇല്ലാ ബിഖൈർ, ഖൈർ കൊണ്ടല്ലാതെ അവൻ അവിടെ നിന്ന് മടങ്ങുകയില്ല. അവനക്ക് സന്തോഷകരമായ ഒരു സാഹചര്യം അവിടെ നിന്ന് ഉണ്ടാകും. മാത്രമല്ല വഇദാ നസലത ഫീ ബൽദത്തിൻ, ഒരാൾ ഒരു നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇദാ ഖറഅത ഹാദിഹി സൂറത മഅൽ ബസ്മലതി, ഈ സൂറത്തിനെ ആരെങ്കിലും ബിസ്മിയോടുകൂടെ ഈ പറഞ്ഞ എണ്ണം ഓതിക്കഴിഞ്ഞാൽ ഫലാ തുവാജിഹു ഇല്ലൽ ഖൈറ, ഖൈറിനെ അല്ലാതെ അവനക്ക് അവിടെ അഭിമുഖീകരിക്കുകയില്ല, ഖൈറെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് നമുക്ക് കാണാം. അത്രമാത്രം മഹത്വമുള്ള സൂറത്താണ്. ഏതാണ് സൂറത്ത്? നമുക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രിയമുള്ളവരെ, ഈ സൂറത്ത് സമൃദ്ധിയുടെ സൂറത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സൂറത്താണ്. നബിയെ തൊട്ട് തുടങ്ങിയത് ഒന്നും വെറുതെ ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതല്ലേ നബിയെ, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം ഹൗലുൽ കൗസറിനെ നൽകി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നാ അഅതൈനാകൽ കൗസർ, നബി അങ്ങേക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങയുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും അതുപോലെ വൻഹർ ബലികർമ്മം നടത്തുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയെ ആക്ഷേപിച്ച് നടക്കുന്നവരുണ്ടല്ലോ, അവർ തന്നെയാണ് വാലറ്റവർ, അവർ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആക്ഷേപത്തിന് അർഹരാകുന്നവർ, അവർ തന്നെയാണ് എന്നുള്ള അർത്ഥമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയും നബി തങ്ങൾക്ക് ധാരാളം ഖൈർ നൽകുകയും ചെയ്തു എന്ന് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഈ മഹത്തമായ ഈ സൂറത്ത് ഓതുന്നതിലൂടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഖൈറുകൾ വരും. മാത്രമല്ല, നമ്മളെ ആക്ഷേപിക്കുന്നവർ, അവസാന ഭാഗം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നബിയെ അങ്ങയെ ആക്ഷേപിക്കുന്നവർ തന്നെയാണ് വാലറ്റവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെ നബിയുടെ ഹയാത്ത് കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പിതാവും മാതാവും ജീവിച്ചിരിക്കും, അവരുടെ ചെറിയ മക്കൾ അവരുടെ മുന്നിൽ നിന്ന് മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് വേദനയുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്. നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരണപ്പെട്ടു, യതീമായി കൊണ്ട് ജനിച്ചു. 6 വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടു. പിന്നീട് നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ ബീവി, ആ ഖദീജ ബീവിയിലൂടെ ഉണ്ടായ ആൺമക്കൾ ഒക്കെ മരണപ്പെട്ടു. അതൊക്കെ റസൂലുള്ളാഹിന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടത്. പെൺമക്കളും റസൂലുള്ളാഹിന്റെ കൺമുന്നിൽ നിന്ന് തന്നെയാണ് മരണപ്പെട്ടത്. പ്രിയമുള്ളവരെ, അത്ര കണ്ട് വേദനകളും ഫാത്തിമ ബീവി മാത്രമാണ് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോയപ്പോ അവിടെയുള്ള ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കീങ്ങളായ ആളുകൾ കളിയാക്കി, പരമ്പര നഷ്ടപ്പെട്ടു പോയവൻ, ഇനി മുഹമ്മദിന് പരമ്പരയില്ല, മുഹമ്മദിന്റെ ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയി, ഇനി മുഹമ്മദ് പെൺമക്കളിലൂടെയാണ് അറിയപ്പെടുക, ആൺമക്കളിലൂടെ അറിയപ്പെടുകയില്ല, മുഹമ്മദ് വാലറ്റവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയപ്പോ അതിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഖുർആനിലൂടെ ഈ സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ചെറിയ ഒരു ഭാഗം, ഒരു ആയത്ത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നബിയെ അങ്ങേ ആക്ഷേപിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ തന്നെയാണ് വാലറ്റവർ, അങ്ങേക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യും, അങ്ങേക്ക് നാം ഹൗലുൽ കൗസർ നൽകും, അങ്ങ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, ബലി കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശ്വാസത്തിന്റെ ആയത്ത് സൂറത്ത് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്കത് ആശ്വാസമാണ്. നമ്മെ കളിയാക്കുന്നവർ, നമ്മോട് അസൂയ വെക്കുന്നവർ, നമ്മോട് ദേഷ്യം വെക്കുന്നവർ എല്ലാവർക്കുമുള്ള മറുപടി നമ്മൾ ഈ സൂറത്ത് ഓതിയാൽ മതി. ഈ സൂറത്തിലൂടെ അതിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ നാവ് അടക്കുകയും അവരുടെ അസൂയക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുകയും ചെയ്യും. പറഞ്ഞു വന്നത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ കൗസർ വളരെ മഹത്വമുള്ള സൂറത്താണ്. ഒരു 8 മിനിറ്റ് മാത്രമേ നമുക്കത് ചെല്ലാൻ, 100 വട്ടം 111 വട്ടം ചെല്ലാൻ നമുക്ക് അതിന്റെ സമയം ആവശ്യമാവുകയുള്ളൂ. ബിസ്മി ചെല്ലാൻ മറക്കരുത്, ബിസ്മി ഓതാൻ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകമായ സിഫത്താണ്. റഹീം എന്ന് പറഞ്ഞതിൽ അള്ളാഹുണ്ട്, റസൂലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മാത്രം സിഫത്താണ്. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന എന്ന് പറയുന്ന ആ റഹ്മാൻ എന്നുള്ളത്
അള്ളാന്റെ മാത്രം വിശേഷതയാണ്. എന്നാൽ റഹീം എന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടെ റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് റഊഫും റഹീമുമാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഫത്താണ്, ഒരു സിഫത്തും കൂടിയാണ് റഹീം എന്നുള്ളത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം? ബിസ്മി ഒഴിവാക്കാൻ പാടില്ല. ബിസ്മിയോടുകൂടെ ഇന്നാത്തൈനക്കൽ കൗസർ സൂറത്ത് 111 വട്ടം ഓതുക. ഓതുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുക, പടച്ചോനെ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് നീ ഖൈറായ ജോലി നൽകണേ, സാമ്പത്തിക മേഖലയിൽ ബർക്കത്ത് നൽകണേ, കൃഷിയിടത്തിൽ ബർക്കത്ത് നൽകണേ, വീട് പണി പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ, പുതു പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ പുതു മണവാളനാണെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ. ഇങ്ങനെ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇതങ്ങോട്ട് ഓതുക. സ്ഥിരമായി ഓതാൻ കഴിയുമെങ്കിൽ സ്ഥിരമായി ഓതുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹത്വമുള്ളതാണ്, ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ്. ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും പ്രത്യേക മഹത്വങ്ങളുണ്ട്. അള്ളാഹു അതൊക്കെ അനുസരിച്ചുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് നമസ്കാരം നിലനിർത്തി മൂമിനായി ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.